എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2020 നടന്ന SSLC മോഡൽ പരീക്ഷയിലെ കെമിസ്ട്രി വിഭാഗം ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ വർഷത്തെ കെമിസ്ട്രി പരീക്ഷ കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും വ്യത്യസ്തമാണെങ്കിലും വിവിധ തരത്തിലുള്ള ചോദ്യരൂപങ്ങൾ മനസ്സിലാക്കുന്നതിന് വിദ്യാർത്ഥികളെ ഈ വീഡിയോ സഹായിക്കും. ഈ വർഷത്തെ കെമിസ്ട്രി ചോദ്യപേപ്പറിൽ 80 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എത്ര മാർക്കിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഉത്തരം എഴുതാം. അതായത് ഏത് ചോദ്യത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഉത്തരം എഴുതാം. പക്ഷെ നിങ്ങൾക്ക് പരമാവധി ലഭിക്കുന്ന മാർക്ക് 40 മാർക്കായിരിക്കും. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതാൻ ശ്രമിക്കുക. 1.5 മണിക്കൂർ സമയം കൊണ്ട് പരമാവധി ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ മോഡൽ പരീക്ഷയിലേക്കൊന്ന് പോയി നോക്കാം. ഒന്നാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ആറ്റത്തിൽ സാധ്യമല്ലാത്ത സബ്ഷെൽ ഏതാണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സബ്ഷെൽ ഈസ് നോട്ട് പോസിബിൾ ഇൻ ആൻ ആറ്റം? നമുക്കറിയാം, ഒന്നാമത്തെ ഷെല്ലിൽ ഒരു സബ്ഷെല്ലാണുള്ളത്. അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് 1s എന്നാണ്. അതുപോലെ രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ്ഷെല്ലുകളാണുള്ളത്. അതിനെ സൂചിപ്പിക്കുന്നത് 2s 2p എന്നിങ്ങനെയാണ്. മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ്ഷെല്ലുകളാണുള്ളത്. അത് 3s 3p 3d എന്നിവയാണ്. നാലാമത്തെ ഷെല്ലിൽ 4 സബ്ഷെല്ലുകളാണുള്ളത്. അത് 4s 4p 4d 4f എന്നിവയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കൂ. ഇവിടെ 2p 3f 1s 4d. അപ്പൊ സാധ്യമല്ലാത്തത് ഏതായിരിക്കും? 3f ആയിരിക്കും അല്ലെ? അതായത് മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ്ഷെല്ലുകൾ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതായത് 3s 3p 3d വരെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. 3f സാധ്യമല്ല, പോസിബിൾ അല്ല. അതുകൊണ്ട് ഇവിടെ ആൻസർ ഏതാണ്? 3f ആണ്. അടുത്ത ചോദ്യം: പോളിത്തീന്റെ മോണോമർ ഏത്? വിച്ച് ഇസ് ദ മോണോമർ ഓഫ് പോളിത്തീൻ? പോളിത്തീന്റെ മോണോമർ എന്ന് പറയുന്നത് ഈഥീൻ ആണ്. ഈഥീൻ ആണ് പോളിത്തീന്റെ മോണോമർ. വിനൈൽ ക്ലോറൈഡിന്റെ പോളിമർ ആണ് പോളി വിനൈൽ ക്ലോറൈഡ്. നമ്മളെ PVC പൈപ്പ് ആണ് പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഐസോപ്രീന്റെ പോളിമർ ആണ് നാച്ചുറൽ റബ്ബർ. നമ്മുടെ റബ്ബർ എന്ന് പറയുന്നത് ഐസോപ്രീന്റെ പോളിമർ ആണ്. അടുത്ത ചോദ്യം: സ്ഥിര താപനിലയിലും മർദ്ദത്തിലും ഒരു വാതകത്തിന്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം ഡാഷ് എന്നറിയപ്പെടുന്നു. The relationship between the volume and number of molecule of a gas at a constant temperature and pressure is known as. എന്താണത്? അതിന്റെ ആൻസർ അവഗാഡ്രോ നിയമം, അവഗാഡ്രോസ് ലോ. ബോയിൽ നിയമം എന്ന് പറയുന്നത് താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും, അതായത് വോളിയവും മർദ്ദവും പ്രഷറും വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പ്രഷർ വോളിയത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. മർദ്ദം P എന്നും വ്യാപ്തം V എന്നും സൂചിപ്പിച്ചാൽ PV ഒരു സ്ഥിരസംഖ്യയായിരിക്കും. ഇതാണ് ബോയിൽ നിയമം പറയുന്നത്. ഇനി ചാൾസ് നിയമം എന്താണ്? മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. അതായത് ഒരു ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് അവിടെ കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ അല്ലെ? വ്യാപ്തം V എന്നും താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ T എന്നും സൂചിപ്പിച്ചാൽ V/T ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. ഇതാണ് ചാൾസ് നിയമം. ഇനി എന്താണ് ലെ ഷാറ്റ്ലിയർ തത്വം എന്ന് പറഞ്ഞാൽ? സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൽ ഗാഢത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ, മർദ്ദം അല്ലെങ്കിൽ പ്രഷർ, താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്തിയാൽ വ്യൂഹം അല്ലെങ്കിൽ ആ സിസ്റ്റം ഈ മാറ്റം മൂലമുണ്ടാകുന്ന ഫലം ഇല്ലായ്മ ചെയ്യത്തക്ക വിധം സ്വയം ഒരു പുനഃക്രമീകരണം, റീഅറേഞ്ച്മെന്റ് നടത്തി പുതിയ സന്തുലനാവസ്ഥയിൽ എത്തുന്നു, പുതിയൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തുന്നു. ഇതാണ് ലെ ഷാറ്റ്ലിയർ തത്വം. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? അവഗാഡ്രോ നിയമം അല്ലെ? ഒരു വാതകത്തിന്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും നേർ അനുപാതത്തിലായിരിക്കും. അതായത് V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N. N മീൻസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെ? എപ്പോഴാണിത്? സ്ഥിര താപനിലയിലും മർദ്ദത്തിലുമാണ് ഇത് ഈ നിയമം പാലിക്കുന്നത്. അടുത്തത് 4ാമത്തെ ചോദ്യം: ഉരുകിയ സോഡിയം ക്ലോറൈഡിനെ വൈദ്യുത വിശ്ലേഷണം ചെയ്യുമ്പോൾ ആനോഡിൽ സ്വതന്ത്രമാകുന്ന വാതകം. നമുക്കറിയാം, ഉരുകിയ സോഡിയം ക്ലോറൈഡ്
ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ 2 അയോണുകളാണുള്ളത്, Na+ അയോണുകളും Cl- അയോണുകളും. Na+ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള അയോണാണ്, Cl- എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജുള്ള അയോണാണ്. നമുക്കറിയാം ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്ക് ഏത് അയോണാണ് പോവുക? നെഗറ്റീവ് ചാർജുള്ള അയോണാണ് പോവുക, അല്ലേ? അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജുള്ള അയോൺ ആരാണ്? ക്ലോറിനാണ്, Cl- ആണ്. അപ്പോൾ ആനോഡിൽ സ്വതന്ത്രമാകുന്ന വാതകം എന്ന് പറയുന്നത് ക്ലോറിനാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ആനോഡിന് പോസിറ്റീവ് ചാർജ് ആണുള്ളത്. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിനെയാണ് ആനോഡ് എന്ന് വിളിക്കുന്നത്. ആ ആനോഡിലേക്ക് എത്തുന്നത് ആരായിരിക്കും? നെഗറ്റീവ് അയോൺ ആയിരിക്കും. നെഗറ്റീവ് അയോൺ ആരാണ് ഇവിടെ ഉള്ളത്? Cl- അയോൺ ആണ്. അതുകൊണ്ട് ആനോഡിൽ സ്വതന്ത്രമാകുന്ന വാതകം എന്ന് പറയുന്നത് ക്ലോറിനാണ്. ഉചിതമായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. ഇരുമ്പ്, ഹേമറ്റൈറ്റ്, അലുമിനിയം ഡാഷ്. ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫിൽ അപ്പ് സ്യൂട്ടബിളി. ഇരുമ്പിന്റെ അയിരാണ് അല്ലെങ്കിൽ ഓറാണ് ഹേമറ്റൈറ്റ്. അതുപോലെ അലൂമിനിയത്തിന്റെ അയിരാണ് അല്ലെങ്കിൽ ഓറാണ് ബോക്സൈറ്റ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ബോക്സൈറ്റ് എന്നാണ് എഴുതേണ്ടത്. അടുത്തത് 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ജലത്തിന്റെ H2O മോളിക്കുലർ മാസ് 18 ആണ്. 1 GMM H2Oന്റെ മാസ് എത്ര? 180 ഗ്രാം H2Oയിൽ എത്ര മോൾ തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു? The molecular mass of water is 18. Find the mass of 1 GMM H2O. How many moles of molecules are there in 180 gram of H2O? ഇവിടെ തന്ന ഒരു കാര്യം എന്താണ്? മോളിക്കുലർ മാസ്, അല്ലേ? മോളിക്കുലർ മാസ് 18 ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 18 ഗ്രാം ജലം എടുക്കുകയാണെങ്കിൽ, 18 ഗ്രാം H2O എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? 1 GMM, 1 ഗ്രാം മോളിക്കുലർ മാസ് H2O എന്ന് വിളിക്കും. 18 ഗ്രാം H2O എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? 1 GMM H2O. അതായത് ഏതൊരു സംയുക്തവും അല്ലെങ്കിൽ ഏതൊരു തന്മാത്രയും അതിന്റെ മോളിക്കുലാർ മാസിന് തുല്യമായ ഗ്രാം എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? 1 GMM ആ തന്മാത്ര അല്ലെങ്കിൽ ആ സംയുക്തം എന്ന് വിളിക്കും, അല്ലേ? അപ്പൊ 18 ഗ്രാം H2O എന്ന് പറയുന്നത് 1 മോൾ H2Oക്ക് തുല്യമാണ്. 18 ഗ്രാം H2O എന്ന് പറയുന്നത് 1 മോൾ H2Oന് തുല്യമാണ്. അതായത് 18 ഗ്രാം എന്ന് പറയുന്നത് 1 മോൾ ജലമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 180 ഗ്രാം ജലം എത്ര തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ടാകും? എത്ര മോൾ തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ടാകും, അല്ലേ? അതായത് 18 ഗ്രാമിൽ 1 മോൾ. അങ്ങനെയാണെങ്കിൽ 180 ഗ്രാമിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ടാകും? 10 മോളാണ് അടങ്ങിയിട്ടുണ്ടാവുക, അല്ലേ? ശരിയല്ലേ? നോക്കൂ, 18 ഗ്രാമിൽ 1 മോൾ, 180 ഗ്രാമിലോ 10 മോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ എന്താ? 10 മോൾ എന്നാണ് ആൻസർ. അടുത്ത ചോദ്യം, ബ്ലാസ്റ്റ് ഫർണസ് ഉപയോഗിച്ചാണ് ഹേമറ്റൈറ്റിനെ അയൺ ആക്കി മാറ്റുന്നത്. അയണിന്റെ അയിരിനോടൊപ്പം ബ്ലാസ്റ്റ് ഫർണസിൽ നിക്ഷേപിക്കുന്ന പദാർത്ഥങ്ങൾ ഏതെല്ലാം? Hematite is converted into iron by using blast furnace. Which are the substance fed into the blast furnace along with the ore of iron? അയണിന്റെ അയിരായ ഹേമറ്റൈറ്റിനോടൊപ്പം ബ്ലാസ്റ്റ് ഫർണസിൽ നിക്ഷേപിക്കുന്ന പദാർത്ഥങ്ങളാണ് ചുണ്ണാമ്പ് കല്ല്, അതുപോലെ കോക്ക്. ചുണ്ണാമ്പ് കല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽസ്യം കാർബണേറ്റ് ആണ്, CaCO3. കോക്ക് എന്ന് പറഞ്ഞാൽ കാർബൺ. അപ്പൊ കോക്കും അതുപോലെ ചുണ്ണാമ്പ് കല്ല് അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് ആണ് ബ്ലാസ്റ്റ് ഫർണസിൽ ഈ ഹേമറ്റൈറ്റിന്റെ കൂടെ നിക്ഷേപിക്കുന്ന പദാർത്ഥങ്ങൾ. അടുത്ത ചോദ്യം, ബ്ലാസ്റ്റ് ഫർണസിൽ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന സംയുക്തം ഏത്? വിച്ച് കോമ്പൗണ്ട് ആക്ട് ആസ് എ റിഡ്യൂസിംഗ് ഏജന്റ് ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്? ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നമ്മൾ കോക്ക് ഇടുന്നുണ്ട്. കോക്ക് എന്ന് പറഞ്ഞാൽ കാർബൺ. അത് അവിടെയുള്ള ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. ഈ കാർബൺ മോണോക്സൈഡ് ആണ് പ്രധാനമായും ഹേമറ്റൈറ്റിനെ നിരോക്സീകരിച്ച് അയണാക്കി മാറ്റുന്നത്. കാർബൺ മോണോക്സൈഡിന് ഒരു പ്രത്യേകതയുണ്ട്. എവിടെ ഓക്സിജനെ കണ്ടാലും അത് ഓക്സിജനെ തട്ടിക്കൊണ്ടുപോകും. അവിടെ ഹേമറ്റൈറ്റ് അതായത് Fe2O3 ഓക്സിജനെ ഈ കാർബൺ മോണോക്സൈഡ് കൊണ്ടുപോകും, അല്ലെ? രാസബന്ധനത്തിൽ ഏർപ്പെട്ട അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെട്ടുകൊണ്ട് കാർബൺ മോണോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. അപ്പൊ ഓക്സിജൻ എവിടുന്നാ കിട്ടുന്നത്? Fe2O3 അതായത് ഹേമറ്റൈറ്റിലുള്ള ഓക്സിജനെയാണ് കാർബൺ മോണോക്സൈഡ് സ്വീകരിച്ചുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇവിടെ ആരും ഒറ്റയ്ക്കാകും? അയൺ ഒറ്റയ്ക്കാകും. അങ്ങനെ അയണിനെ നിരോക്സീകരിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? കാർബൺ മോണോക്സൈഡ്. അടുത്ത ചോദ്യം, അയണിന്റെ 2 ക്ലോറൈഡുകളാണ് FeCl2, FeCl3 എന്നിവ. FeCl2 and FeCl3 are
ടു ഡിഫറെൻറ്റ് ക്ലോറൈഡ് ഓഫ് അയൺ. FeCl2ൽ Feയുടെ ഓക്സീകരണാവസ്ഥ കണ്ടെത്തുക. ഫൈൻഡ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Fe ഇൻ FeCl2. അപ്പോൾ നമുക്കറിയാം അയണിൻ്റെ ആറ്റോമിക് നമ്പർ 26 അതുകൊണ്ട് തന്നെ അതിൽ 26 ഇലക്ട്രോണുകൾ ഉണ്ടാകും. നമുക്കതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് എഴുതി നോക്കാം. അപ്പോൾ എന്താ വരിക? 1s2, 2s2, 2p6, 3s2, 3p6, 3d6, 4s2. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സീകരണാവസ്ഥ -1 അപ്പോൾ ഇവിടെ FeCl2ലെ അയണിൻ്റെ ഓക്സീകരണാവസ്ഥയാണ് കാണേണ്ടത്. അപ്പോൾ ക്ലോറിൻ്റെ എന്താണ്? 1- ആണ് ഓക്സീകരണാവസ്ഥ. അങ്ങനത്തെ 2 ആറ്റങ്ങളാണ് അവിടെ ഉള്ളത്, അതുകൊണ്ട് 2- ആയിട്ട് എടുക്കാം. ഒരു സംയുക്തത്തിന്റെ ആകെ ഓക്സീകരണാവസ്ഥ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ Clന്റെ ക്ലോറിന്റെ 2- ആയിട്ടാണ് വരിക. Cl2 മൊത്തം 2- വരും. അതുകൊണ്ട് Feയുടെ എന്ത് വരണം? 2+ വരണം. എന്നാലാണ് ആ സംയുക്തത്തിൽ എന്ത് വരിക? ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിട്ട് വരുള്ളൂ അല്ലേ? Fe2+ന്റെ 2+ഉം Cl2ന്റെ 2- കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടിയാൽ എന്ത് കിട്ടും? 0 ആണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അയണിന്റെ ഓക്സീകരണാവസ്ഥ എന്താണ്? 2+ ആണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? Fe3+ന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. റൈറ്റ് ഡൗൺ ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Fe3+. അപ്പോൾ Feയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതിയതാണ്. അപ്പോൾ അതിൽ നിന്ന് 3 ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടാൽ അയണിന്റെ ചാർജ് എന്തായിട്ട് മാറും? Fe3+ ആയിട്ട് മാറും. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു ആറ്റത്തിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനുള്ളിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഒന്നുമില്ലാത്ത ന്യൂട്രോണുകളുമാണുള്ളത്. അതിന് ചുറ്റിലും, ഈ ന്യൂക്ലിയസിന് ചുറ്റിലുമായി ഷെല്ലുകളുണ്ട് അല്ലെങ്കിൽ ഓർബിറ്റുകളുണ്ട്. ആ ഓർബിറ്റിലാണ് ആര് കാണപ്പെടുന്നത്? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. അപ്പോൾ ഒരു ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളുടെ എണ്ണവും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. അതുകൊണ്ടാണ് ആറ്റത്തിന് എന്തില്ലാത്തത്? ചാർജ് ഇല്ലാത്തത്. ഇലക്ട്രിക്കലി ആറ്റം എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. പക്ഷേ ഈ ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു പോയാൽ അതിൽ ആരുടെ എണ്ണം കൂടും? പ്രോട്ടോണിന്റെ എണ്ണം കൂടും. അതായത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണിന്റെ എണ്ണം കൂടും. അതുവഴി ആ ആറ്റത്തിന് എന്ത് ലഭിക്കും? ഒരു പോസിറ്റീവ് ചാർജ് ലഭിക്കും. അങ്ങനെ പോസിറ്റീവ് ചാർജുള്ള ഒരു ആറ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോസിറ്റീവ് അയോൺ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ എന്താണുള്ളത്? Fe3+ അയോണുകളാണ്. അപ്പോൾ 3+ ചാർജ് കിട്ടണം എന്നുണ്ടെങ്കിൽ 3 ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടു പോകണം. അപ്പോൾ എവിടെ നിന്നാണ് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുക? വാലൻ ഷെല്ലിൽ നിന്ന്, അതായത് ബാഹ്യതമ ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടു പോകേണ്ടത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടു പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെൽ ഏതാണ്? 4s2 ആണ് അല്ലെ? ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് 4ാമത്തെ ഷെല്ലാണ്. അതിലുള്ള സബ് ഷെല്ലാണ് 4s എന്ന് പറയുന്നത്. അതിൽ 2 ഇലക്ട്രോണുകൾ ഉണ്ട്. അതിൽ നിന്നും 2 ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നു. ഇനി 1 ഇലക്ട്രോൺ കൂടി നഷ്ടപ്പെടണം. അപ്പോൾ തൊട്ടുള്ളിലുള്ള ഷെല്ലായ 3D സബ് ഷെൽ അല്ലെ? 3D സബ് ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ട്. അതിൽ നിന്നും 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അപ്പോൾ പുതിയ ഇലക്ട്രോൺ വിന്യാസം എന്തായിരിക്കും? Fe3+ എന്ന് പറയുന്നത് 1s2, 2s2, 2p6, 3s2, 3p6, 3d5. അപ്പോൾ ഇതാണ് ഇതിന്റെ ആൻസർ. അവസാനം എന്ത് വരും? 3d5 എന്ന് വരും. അപ്പോൾ 3Dയിൽ നിന്നും 1 ഇലക്ട്രോണും 4sൽ നിന്ന് 2 ഇലക്ട്രോണും നഷ്ടപ്പെട്ടുള്ള ഇലക്ട്രോൺ വിന്യാസമാണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. അടുത്തത് 9ാമത്തെ ചോദ്യം. CnH2n എന്ന പൊതു സമവാക്യമുള്ള ഹൈഡ്രോ കാർബണുകൾ ഏത് ഹോമലോഗ സീരീസിൽ ഉൾപ്പെടുന്നു? വിച്ച് ഹോമലോഗ സീരീസ് ഡു ദ ഹൈഡ്രോ കാർബൺ വിത്ത് ജനറൽ ഫോർമുല CnH2n ബിലോങ്സ് ടു? നമുക്കറിയാം CnH2n+2 എന്ന ജനറൽ ഫോർമുല ഉള്ള ഏകബന്ധനം മാത്രമുള്ള അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് മാത്രമുള്ള ഹൈഡ്രോ കാർബണുകളാണ് ആൽക്കെയിൻ എന്ന് പറയുന്നത്. ഇനി CnH2n എന്ന പൊതു സമവാക്യം അല്ലെങ്കിൽ ജനറൽ ഫോർമുലയുള്ള ഒരു ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ഒരു ദ്വിബന്ധനമെങ്കിലുമുള്ള ഹൈഡ്രോ കാർബണുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആൽക്കീൻ എന്ന് വിളിക്കുക. ഇനി CnH2n-2 എന്ന പൊതു സമവാക്യം ജനറൽ ഫോർമുലയുള്ള ഒരു ട്രിപ്പിൾ ബോണ്ടെങ്കിലും ഒരു ത്രിബന്ധനമെങ്കിലുമുള്ള ഹൈഡ്രോ കാർബണുകളെയാണ് ആൽക്കൈൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്തായിരിക്കും? CnH2n എന്ന പൊതു സമവാക്യമുള്ള ഹൈഡ്രോ കാർബണുകൾ ഏതാണ്? ആൽക്കീൻ ആണ്. ആൽക്കീൻ, അതായത് ഒരു ദ്വിബന്ധനം അല്ലെങ്കിൽ ഒരു ഡബിൾ ബോണ്ടെങ്കിലുമുള്ള ഹൈഡ്രോ കാർബണുകളാണ് ആൽക്കീൻ. ഇനി ഇതേ ഹോമലോഗ സീരീസിൽ ഉൾപ്പെട്ടതും 3 കാർബൺ ആറ്റങ്ങൾ അടങ്ങിയതുമായ അംഗത്തിന്റെ ഘടനാവാക്യം എഴുതുക. റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ മെമ്പർ ഓഫ് ദി സെയിം ഹോമലോഗ സീരീസ് ഹാവിംഗ് 3 കാർബൺ ആറ്റം. അതായത് ആൽക്കീൻ കുടുംബത്തിലുള്ള 3 കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ ആളുടെ
അല്ലെങ്കിൽ ഹൈഡ്രോ കാർബണിന്റെ എന്ത് എഴുതണം? സ്ട്രക്ചറൽ ഫോർമുല എഴുതണം. എങ്ങനെ എഴുതാം നമുക്ക്? CH3 CH ഡബിൾ ബോണ്ട് CH2. അതായത് ഒന്നാമത്തെ കാർബണിൽ എന്തുണ്ട്? ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഒരു ദ്വിബന്ധനമുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ വിളിക്കാം? 3 കാർബൺ ആറ്റങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രൊപ്പ് എന്ന് വിളിക്കാം, അല്ലെ? ദ്വിബന്ധനം ഉള്ളതുകൊണ്ട് ഈൻ എന്ന് വിളിക്കാം. അപ്പൊ പ്രൊപ്പ് 1 ഈൻ, പ്രൊപ്പ് 1 ഈൻ എന്ന് ഇതിനെ വിളിക്കാം. അടുത്ത ചോദ്യം, സോപ്പുകളും ഡിറ്റർജന്റുകളും ശുചീകാരികളാണ്. സോപ്പിന്റെ വ്യാവസായിക നിർമ്മാണത്തിലെ ഉപോൽപ്പന്നത്തിന്റെ പേരെന്ത്? സോപ്പ് ആൻഡ് ഡിറ്റർജന്റ് ആർ എ ക്ലെൻസിങ് ഏജന്റ്. നെയിം ദി ബൈ പ്രോഡക്റ്റ് ഇൻ ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് സോപ്പ്. എന്താണ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ലഭിക്കുന്നത്? ഗ്ലിസറോൾ ആണ് ലഭിക്കുന്നത്. അടുത്തത്, ഡിറ്റർജന്റുകളുടെ അമിത ഉപയോഗം ജലജീവികളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നത് എങ്ങനെയാണ്? ഹൗ ഡസ് ദ എക്സസീവ് യൂസ് ഓഫ് ഡിറ്റർജന്റ് ഡെസ്ട്രോയ് അക്വാട്ടിക് ലൈഫ്? ഫോസ്ഫേറ്റ് അടങ്ങിയ ഡിറ്റർജന്റുകൾ ആൽഗകളുടെ വളർച്ച ത്വരിതപ്പെടുത്തുകയും ജലത്തിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് ജലത്തിലെ ഓക്സിജനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജലജീവികളുടെ നാശനത്തിന് കാരണമാകുന്നു. അടുത്ത ചോദ്യം 3 മാർക്കിൻ്റെതാണ്. സ്ഥിരമർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം പട്ടികയിൽ നൽകിയിരിക്കുന്നു. ഇവിടെ P, Q എന്നിവയുടെ വിലകളാണ് കണ്ടുപിടിക്കേണ്ടത്. The relation between volume and temperature of a fixed mass of a gas at constant pressure is shown in table. Find P and Q. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് സ്ഥിരമർദ്ദത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം. അപ്പം നമുക്കറിയാം വ്യാപ്തവും അല്ലെങ്കിൽ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം വിശദീകരിച്ചത് ചാൾസ് നിയമമാണ്. അതായത് V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T. വ്യാപ്തവും താപനിലയും നേർ അനുപാതത്തിലാണ്. അപ്പോൾ നമുക്ക് ഈ ടേബിൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും. വ്യാപ്തം 600 ലിറ്റർ ആണെങ്കിൽ താപനില 300 കെൽവിൻ ആണ്. ഈ ചാൾസ് നിയമത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. താപനില എന്തിലാണ് പ്രസ്താവിക്കേണ്ടത്? കെൽവിൻ സ്കെയിലാണ് പ്രസ്താവിക്കേണ്ടത്. അപ്പോൾ വ്യാപ്തം 600 ലിറ്റർ ആകുമ്പോൾ താപനില 300 കെൽവിൻ ആണ്. അപ്പോൾ അതിന്റെ പകുതി അല്ലേ? അപ്പോൾ 400 ലിറ്റർ ആകുമ്പോൾ എത്രയായിരിക്കും? 200 കെൽവിൻ ആയിരിക്കണം അല്ലേ? അങ്ങനെയാണ് വരേണ്ടത്. 400 ലിറ്റർ ആയിരിക്കുമ്പോൾ 200 കെൽവിൻ വേണം. അപ്പോൾ P എന്തായിരിക്കും? 200 കെൽവിൻ ആണ്. ഇനി താപനില തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 500 ആണ്. അപ്പോൾ വ്യാപ്തം എത്രയായിരിക്കും? 1000 ലിറ്റർ ആയിരിക്കും അല്ലേ? 1000 ലിറ്റർ ആകുമ്പോൾ താപനില 500. അപ്പോൾ Q എത്രയാണ്? 1000 ആണ്. ഇവിടെ തന്നിരിക്കുന്ന ബന്ധം ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിച്ച് ഗ്യാസ് ലോ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഗിവൺ റിലേഷൻ? ഏത് നിയമമാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ചാൾസ് നിയമമാണ് അല്ലേ? ഒരു സ്ഥിരമർദ്ദത്തിൽ അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വോളിയവും ടെമ്പറേച്ചറും, അതായത് വ്യാപ്തവും താപനിലയും നേർ അനുപാതത്തിലായിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം V/T ഈസ് എ കോൺസ്റ്റന്റ്. V/T എന്ന് പറയുന്ന ഒരു സ്ഥിര സംഖ്യ ആയിരിക്കും. അടുത്തത് 12ാമത്തെ ചോദ്യം. വൈദ്യുത വിശ്ലേഷണത്തിന്റെ പ്രായോഗിക ഫലങ്ങളിൽ ഒന്നാണ് വൈദ്യുത ലേപനം. ഈ പ്രക്രിയ ഉപയോഗിച്ച് ഒരു ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശാൻ കഴിയും. Electroplating is one of the practical utilities of electrolysis. Copper can be coated on an iron bangle by this process. ഈ പ്രക്രിയയിൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന ലോഹമേത്? Which metal is connected to negative terminal of the battery in this process? ഏത് ലോഹത്തിന്റെ മുകളിലാണോ നമ്മൾ വൈദ്യുത ലേപനം നടത്തേണ്ടത്, ആ ലോഹത്തെയാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് ടെർമിനൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരുമ്പ് വളയിലാണ് നമ്മൾ എന്ത് പൂശുന്നത്? ചെമ്പ് പൂശുന്നത്, അല്ലെങ്കിൽ കോപ്പറിന്റെ ഒരു കോട്ടിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കേണ്ടത് ഈ ഇരുമ്പ് വളയെയാണ്. നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കേണ്ടത് ഇരുമ്പ് വളയെയാണ്. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ആരെയാണ് ഉപയോഗിക്കേണ്ടത്? ശുദ്ധമായ കോപ്പറിനെയാണ് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കേണ്ടത്. അടുത്ത ചോദ്യം നോക്കൂ. ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്? വിച്ച് ഇസ് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഹിയർ? ഏതാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുക? കോപ്പർ സൾഫേറ്റ് അല്ലേ? കോപ്പർ സൾഫേറ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വൈദ്യുത വിശ്ലേഷണത്തിന്റെ മറ്റേതെങ്കിലും ഒരു പ്രായോഗിക ഫലം എഴുതുക. റൈറ്റ് ഡൗൺ എനി അതർ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് ഇലക്ട്രോളിസിസ്. വൈദ്യുത വിശ്ലേഷണത്തിന്റെ പ്രായോഗിക ഫലങ്ങളാണ് ലോഹങ്ങളുടെ നിർമ്മാണം. അതായത് പൊട്ടാസ്യം, കാൽസ്യം, സോഡിയം, അലൂമിനിയം എന്നീ ലോഹങ്ങൾ നിർമ്മിക്കുന്നത് അവയുടെ സംയുക്തങ്ങളെ വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് ചെയ്താണ്.
അലോഹങ്ങളുടെ നിർമ്മാണം, അലോഹങ്ങൾ വൻതോതിൽ നിർമ്മിക്കാൻ വൈദ്യുത വിശ്ലേഷണം പ്രയോജനപ്പെടുത്താം. ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ മുതലായവ ഇത്തരത്തിൽ നിർമ്മിക്കപ്പെടുന്ന അലോഹങ്ങളാണ്. സംയുക്തങ്ങൾ നിർമ്മിക്കുന്നതിന് സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയ സംയുക്തങ്ങൾ നിർമ്മിക്കുന്നതിന് വൈദ്യുത വിശ്ലേഷണം പ്രയോജനപ്പെടുത്താം. ലോഹ ശുദ്ധീകരണം, കോപ്പർ, സ്വർണം മുതലായ ലോഹങ്ങളുടെ ശുദ്ധീകരണം വൈദ്യുത വിശ്ലേഷണ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയാണ് നടത്തുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ പറഞ്ഞു, അതായത് ലോഹങ്ങളുടെ നിർമ്മാണം, അലോഹങ്ങളുടെ നിർമ്മാണം, സംയുക്തങ്ങളുടെ നിർമ്മാണം, ലോഹ ശുദ്ധീകരണം. ഇവയിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് ലഭിക്കും. അടുത്തത് 13ാമത്തെ ചോദ്യം. ABC കോളങ്ങൾ ഉചിതമായ വിധത്തിൽ ചേർത്തെഴുതുക. മാച്ച് കോളം A, B and C suitably. നമുക്കത് ചേർത്തെഴുതിയിട്ട് പറയാം. ഒന്നാമത്തെ കോളത്തിൽ എന്താണ്? അയിരിൻ്റെ പ്രത്യേകതയാണ് അല്ലേ, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർ. രണ്ടാമത്തെ കോളത്തിൽ സാന്ദ്രണ രീതി, അതായത് മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ. മൂന്നാമത്തെ കോളത്തിൽ ഉദാഹരണം, എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് ഉത്തരം പറയാം. അയിരിന് അപദ്രവ്യത്തെക്കാൾ സാന്ദ്രത കൂടുതൽ, ഓർ പാർട്ടിക്കിൾസ് ആർ ഹെവിയർ ദാൻ ഇമ്പ്യൂരിറ്റീസ്. അവിടെ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലാണ് ശരി. അതായത് അയിരിന്, ഓറിന് അപദ്രവ്യത്തെക്കാൾ സാന്ദ്രത കൂടുതലാണെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കണം. സ്വർണത്തിൻ്റെ അയിരാണ് ഇങ്ങനെ ചെയ്യുന്നത്, അതായത് ലെവിഗേഷൻ, ഓർ ഓഫ് ഗോൾഡ്. അടുത്തത് അയിരിന് അപദ്രവ്യത്തെക്കാൾ സാന്ദ്രത കുറവ്, ഓർ പാർട്ടിക്കിൾസ് ആർ ലൈറ്റർ ദാൻ ഇമ്പ്യൂരിറ്റീസ്. ഇവിടെ പ്ലവന പ്രക്രിയ, അതായത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. സിങ്ക് സൾഫൈഡാണ് പ്ലവന പ്രക്രിയയിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, സാന്ദ്രീകരിച്ചെടുക്കുന്നത്. അയിരിൻ്റെ കാന്തിക സ്വഭാവം, മാഗ്നറ്റിക് നേച്ചർ ഓഫ് ഓർ. ഇത് കാന്തിക വിഭജനം, ടിൻ സ്റ്റോൺ, അതായത് മാഗ്നറ്റിക് സെപ്പറേഷൻ, ടിൻ സ്റ്റോൺ. അടുത്ത ചോദ്യം, 14ാമത്തെ ചോദ്യം. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കുന്നതിനാവശ്യമായ രാസവസ്തുക്കൾ ഏതെല്ലാം? Which are the chemical required for the preparation of ammonia in the laboratory? അമോണിയം ക്ലോറൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയവയാണ് പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കുന്നതിന് ആവശ്യമായ രാസവസ്തുക്കൾ. ഏതൊക്കെയാണ്? അമോണിയം ക്ലോറൈഡ്, അതായത് NH4Cl, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, CaOH ടോയ്സ്. അമോണിയ ഈർപ്പരഹിതമാക്കാൻ ഉപയോഗിക്കുന്ന ശോഷകാരകം ഏത്? Which is the drying agent used to remove moisture from ammonia? അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും ചേർത്തുണ്ടാക്കുന്ന അമോണിയയിൽ ജലബാഷ്പം ഉണ്ടാവാറുണ്ട്. ആ ജലബാഷ്പത്തെ നീക്കം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കാൽസ്യം ഓക്സൈഡ് ആണ്, അതായത് നീറ്റുകക്ക, കാൽസ്യം ഓക്സൈഡ്, CaO ആണ് ഉപയോഗിക്കാറ്. അമോണിയ ശേഖരിക്കുന്ന ഗ്യാസ് ജാർ കമഴ്ത്തി വെക്കുന്നത് എന്തുകൊണ്ട്? The gas jar used for collecting ammonia is kept inverted. Why? നമുക്കറിയാം അമോണിയയ്ക്ക് വായുവിനേക്കാൾ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി വളരെ കുറവാണ്. സാന്ദ്രത കുറവായതുകൊണ്ട് തന്നെ അമോണിയ വാതകം വളരെ പെട്ടെന്ന് ഉയർന്നു പൊങ്ങും. അമോണിയ വാതകം ശേഖരിക്കാനെടുത്ത ഗ്യാസ് ജാർ കമഴ്ത്തി വെച്ചില്ലെങ്കിൽ ഗ്യാസ് ജാറിലെത്തിയ അമോണിയ വാതകം മുഴുവനായും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങും. അതുകൊണ്ടാണ് ഈ ഗ്യാസ് ജാർ കമഴ്ത്തി വെക്കുന്നത്. 15ാമത്തെ ചോദ്യം. ഹൈഡ്രോ കാർബണിന്റെ ഘടനാവാക്യം നൽകിയിരിക്കുന്നു. Given below is a structural formula of hydrocarbon. ഈ ഹൈഡ്രോ കാർബണിന്റെ തന്മാത്രാ സൂത്രം എന്താണ്? വാട്ട് ഈസ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദിസ് ഹൈഡ്രോ കാർബൺ? നമ്മളിതിൽ നോക്കുന്ന സമയത്ത് 7 കാർബൺ ആറ്റങ്ങളാണ് ഉള്ളത്. അതുപോലെ 16 ഹൈഡ്രജൻ ആറ്റങ്ങളുമാണ് ഉള്ളത്. അതുകൊണ്ട് ഈ ഹൈഡ്രോ കാർബണിന്റെ തന്മാത്രാ സൂത്രം അല്ലെങ്കിൽ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് C7H16 ആണ്. C7H16. ഇതിലെ ശാഖയുടെ പേരെന്ത്? ശാഖ മീഥൈൽ ഗ്രൂപ്പാണ്, അതായത് CH3. ഇതിനെ നമ്മൾ മീഥൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. ഈ ഹൈഡ്രോ കാർബണിന്റെ IUPAC നാമം എഴുതുക. അതായത് 3ാമത്തെ കാർബണിലാണ് ഒരു ശാഖയുള്ളത് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഉള്ളത്, അത് മീഥൈൽ ഗ്രൂപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, 3 മീഥൈൽ. പിന്നെയുള്ളത് 6 കാർബണുകളാണ്, അതുകൊണ്ട് ഹെക്സൈൻ എന്ന് വിളിക്കാം. ഏകബന്ധനം അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് മാത്രമുള്ളത് കൊണ്ട് അത് ആൽക്കീനാണ്.
അപ്പോൾ നമുക്ക് ഇങ്ങനെ പേര് വിളിക്കാം 3 മീഥൈൽ. മൂന്നാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് 3 മീഥൈൽ എന്നും 6 കാർബൺ ഉള്ളത് കൊണ്ട് ഹെക്സ് എന്നും ഏകബന്ധനം അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് മാത്രമുള്ളത് കൊണ്ട് എയിൻ എന്നും വിളിക്കാം. അപ്പോൾ എന്താ വിളിക്കുക? 3 മീഥൈൽ ഹെക്സൈൻ. അടുത്തത് 16ാമത്തെ ചോദ്യം. എക്സ് എന്ന മൂലകത്തിന്റെ ആറ്റോമിക സംഖ്യ 12 ആണ്. ദ ആറ്റോമിക് നമ്പർ ഓഫ് എലമെന്റ് എക്സ് ഇസ് 12. റൈറ്റ് ദി സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എക്സ്. എക്സിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. എങ്ങനെ എഴുതാം? 1s2, 2s2, 2p6, 3s2. ഈ മൂലകം ഉൾപ്പെടുന്ന പീരിയഡ് ഏതാണ്? വിച്ച് പീരിയഡ് ഡസ് ദിസ് എലമെന്റ് ബിലോങ് ടു? നമുക്കറിയാം 3 ഷെല്ലുകളാണ് ആകെയുള്ളത് അല്ലേ? 12 ആണ് ആറ്റോമിക നമ്പർ. അതുകൊണ്ട് തന്നെ 12 ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക. അങ്ങനെ 12 ഇലക്ട്രോണുകൾ വെച്ച് നമ്മളൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി. അപ്പോൾ 3 ഷെല്ലുകളാണുള്ളത്. 3 ഷെല്ലുകൾ ഉള്ളത് കൊണ്ട് 3ാമത്തെ പീരിയഡിലായിരിക്കും ഈ എക്സ് എന്ന മൂലകം. ഇത് ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? അടുത്ത ചോദ്യമാണ്, ഇത് ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? വിച്ച് ബ്ലോക്ക് ഡസ് ഇറ്റ് ബിലോങ് ടു? അതായത് അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേർന്നത് എസ് സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് ഇത് എസ് ബ്ലോക്കിലുള്ള ഒരു മൂലകമായിരിക്കും. റൈറ്റ് ഡൗൺ ദി മോളിക്കുലാർ ഫോർമുല ഓഫ് ദ ക്ലോറൈഡ് ഓഫ് എക്സ്. എക്സിന്റെ ക്ലോറൈഡിന്റെ രാസസൂത്രം എഴുതുക. അപ്പോൾ നമുക്കറിയാം എക്സിന്റെ സംയോജകത എന്ന് പറയുന്നത് 2 ആണ്. എന്താണ് ഈ സംയോജകത അല്ലെങ്കിൽ വാലൻസി എന്ന് പറയുന്നത്? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണമാണ് വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്ന് പറയുന്നത്. അപ്പോൾ എക്സിന്റെ ബാഹ്യതമ ഷെല്ലിൽ, ബാഹ്യതമ ഷെൽ എന്ന് പറയുന്നത് ഏതാണ്? 3ാമത്തെ ഷെല്ലാണ്. ആ 3ാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ വാലൻസി എന്തായിരിക്കും? 2 ആയിരിക്കും. കാരണം ഇവ രാസപ്രവർത്തനത്തിൽ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന സമയത്ത് 2 ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യും, 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. അതുകൊണ്ട് എക്സിന്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ എക്സിന്റെ സംയോജകത 2. ഇനി ക്ലോറിന്റെ സംയോജകത ഇവിടെ തന്നിട്ടുണ്ട്, 1 ആണെന്ന് തന്നിട്ടുണ്ട്. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവയുടെ രാസസൂത്രം, അതായത് മോളിക്കുലാർ ഫോർമുല എഴുതുന്ന സമയത്ത് ഇവയുടെ സംയോജകതകൾ അതായത് വാലൻസികൾ പരസ്പരം മാറ്റി എഴുതണം. എക്സിന്റെ സംയോജകത 2 ആണ്. അത് ക്ലോറിന്റെ പാദാംഗമായി സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുക. അപ്പോൾ ക്ലോറിന്റെ ചുവട്ടിൽ എന്ത് വരും? Cl2 എന്ന് വരും. ക്ലോറിന്റെ സംയോജകതയായിട്ടുള്ള 1 എക്സിന്റെ ചുവട്ടിൽ എഴുതുക അല്ലെ? എക്സിന്റെ പാദാംഗമായിട്ട് എഴുതുക. അപ്പൊ x1 Cl2, അതായത് xCl2 എന്നുള്ളതാണ് എക്സിന്റെ ക്ലോറൈഡിന്റെ രാസസൂത്രം. അതായത് എക്സിന്റെ ക്ലോറൈഡിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് xCl2 ആണ്. എങ്ങനെയാണ് കിട്ടിയത്? എക്സിന്റെ സംയോജകത 2 ആണ്, ക്ലോറിന്റെ സംയോജകത 1 ആണ്. അത് പരസ്പരം മാറ്റി എഴുതുക. എങ്ങനെ എഴുതണം? പാദാംഗമായിട്ട് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതണം അല്ലെ? അപ്പൊ എക്സിന്റെ സംയോജകതയായിട്ടുള്ള 2 എവിടേക്ക് പോകും? ക്ലോറിന്റെ ചുവട്ടിലേക്കും. ക്ലോറിന്റെ സംയോജകതയായിട്ടുള്ള 1 എവിടേക്ക് പോകും? എക്സിന്റെ ചുവട്ടിലേക്കും പോകും. അപ്പോൾ xCl2 എന്നുള്ളതാണ് ഇതിന്റെ രാസസൂത്രം. അടുത്തത് 17ാമത്തെ ചോദ്യമാണ്. ഒരു ഗാൽവനിക് സെല്ലിന്റെ ചിത്രം നൽകിയിരിക്കുന്നു. ദ ഗിവൺ ഡയഗ്രാം റെപ്രസെന്റ് ഗാൽവനിക് സെൽ. ഏത് ലോഹമാണ് ആനോഡായി പ്രവർത്തിക്കുന്നത്? വിച്ച് മെറ്റൽ ആക്ട് ആസ് ആനോഡ്? ഒരു ഗാൽവനിക് സെല്ലിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കൂടിയ ലോഹമാണ് ആനോഡായിട്ട് പ്രവർത്തിക്കുക. ആനോഡിലാണ് ഓക്സിഡേഷൻ നടക്കുക. അപ്പോൾ ഇവിടെ 2 ലോഹങ്ങളാണുള്ളത്, ഒന്ന് അയണും മറ്റൊന്ന് കോപ്പറും. അപ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ളത് അല്ലെങ്കിൽ ക്രിയാശീലത ആർക്കാണ് കൂടിയത്? അയണിനാണ്. അതുകൊണ്ട് അയണാണ് ആരായിട്ട് പ്രവർത്തിക്കുന്നത്? ആനോഡായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആനോഡിൽ ഓക്സിഡേഷൻ നടക്കും. ഇനി അടുത്ത് നോക്കൂ, നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് ഏതാണ്? അറ്റ് വിച്ച് ഇലക്ട്രോഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ്? നമുക്കറിയാം കാത്തോഡിലാണ് നിരോക്സീകരണം നടക്കുക. കാത്തോഡിൽ നിരോക്സീകരണം നടക്കും. അപ്പൊ കാത്തോഡ് ആരാണ് ഇവിടെ? കോപ്പറാണ്. അപ്പൊ കോപ്പറിലാണ് എന്ത് നടക്കുക? നിരോക്സീകരണം നടക്കുക. പക്ഷെ ഇവിടെ ചോദിച്ചത് എന്താണ്? നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് ഏതാണ്? അപ്പൊ നമുക്ക് എഴുതാം കാത്തോഡ് എന്ന് എഴുതാം. അറ്റ് വിച്ച് ഇലക്ട്രോഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ്? കാത്തോഡ് എന്ന് എഴുതാം. അല്ലെങ്കിൽ കോപ്പർ എന്ന് എഴുതിയാലും ഇവിടെ 1 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഈ ഇലക്ട്രോഡിൽ നടക്കുന്ന നിരോക്സീകരണ പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതുക. റൈറ്റ് ഡൗൺ ദി കെമിക്കൽ ഇക്വേഷൻ ഫോർ ദി റിഡക്ഷൻ റിയാക്ഷൻ അറ്റ് ദിസ് ഇലക്ട്രോഡ്. അതായത് കോപ്പർ ഇലക്ട്രോഡിൽ വെച്ച് നടക്കുന്ന രാസപ്രവർത്തനം എന്താണ് എഴുതേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പൊ അവിടെ എന്താ നടക്കുക? Cu2+ അയോൺ 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ട് കോപ്പർ ആറ്റമായിട്ട് മാറും. Cu2+ + 2 ഇലക്ട്രോൺ ഗീവ്സ് Cu.
അല്ലേ? അവിടെ കോപ്പറായിട്ട് മാറും. അപ്പോൾ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം അല്ലെങ്കിൽ റിഡക്ഷൻ. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനമാണ് എന്ത്? ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം. ഇത് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കറി ആവോ, കറി ആവോ. ക എന്ന് പറഞ്ഞാൽ കാത്തോഡ്, റി എന്ന് പറഞ്ഞാലോ റിഡക്ഷൻ. കാത്തോഡിൽ റിഡക്ഷൻ ആണ് നടക്കുക, നിരോക്സീകരണമാണ് നടക്കുക. ആ ഓ എന്ന് പറഞ്ഞാലോ ആ ആനോഡ്, ഓ ഓക്സിഡേഷൻ. ആനോഡിൽ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണമാണ് നടക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം വീഡിയോകൾ നമ്മൾ ഈ ചാനലിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അടുത്തത്, ഈ സെല്ലിൽ കോപ്പർ ഇലക്ട്രോഡിന് പകരം സിൽവർ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നു എങ്കിൽ ഏത് ലോഹമായിരിക്കും ആനോഡായി പ്രവർത്തിക്കുന്നത്? Cu electrode is replaced by silver electrode in this cell. Which metal act as anode then? അതായത് ഇവിടെ കോപ്പർ ഇലക്ട്രോഡിന് പകരം എന്താക്കി മാറ്റി? സിൽവർ ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത്. കോപ്പറിന് പകരം സിൽവർ ആക്കി ഉപയോഗിച്ചു. അപ്പോൾ ആരാണ് ആനോഡായിട്ട് പ്രവർത്തിക്കുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഏറ്റവും ക്രിയാശീലത കൂടിയ ലോഹം ആനോഡായും ക്രിയാശീലത കുറഞ്ഞത് ആരായിട്ടും പ്രവർത്തിക്കും? കാത്തോഡായിട്ടും പ്രവർത്തിക്കും. അപ്പോൾ ഇവിടെ അയണിന് കോപ്പറിനേക്കാളും അതുപോലെ സിൽവറിനേക്കാളും ക്രിയാശീലത കൂടുതലാണ്. അതുകൊണ്ട് കോപ്പർ ആയാലും സിൽവർ ആയാലും ആനോഡ് ആര് തന്നെയായിരിക്കും? അയൺ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? അയൺ ആണ്. അടുത്തത് 18ാമത്തെ ചോദ്യം. 2SO2 plus O2 gives 2SO3 സൂചിപ്പിക്കുന്നത് സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണത്തിലെ ഒരു പ്രധാന ഘട്ടത്തെയാണ്. സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണ പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? By what name the industrial preparation of sulfuric acid known as? സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് പറയുന്ന പേരാണ് സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ്. ഈ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? വിച്ച് ഈസ് ദ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ ദിസ് പ്രോസസ്? വനേഡിയം പെൻഡോക്സൈഡ് ആണ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരകമായി പ്രവർത്തിക്കുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന മാറ്റങ്ങൾ പുരോപ്രവർത്തനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഹൗ ഡു ദി ഫോളോയിങ് ചേഞ്ചസ് ഇൻഫ്ലുവൻസ് ഫോർവേഡ് റിയാക്ഷൻ? ഇവിടെ ഒന്നാമത്തത് എന്താണ്? ഓക്സിജൻ കൂടുതലായി ചേർക്കുന്നു. മോർ ഓക്സിജൻ ഈസ് ആഡഡ്. നമുക്കറിയാം ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു അഭികാരകമാണ്, അതായത് റിയാക്റ്റൻ്റ് ആണ്. അപ്പോൾ റിയാക്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഭികാരകമായിട്ടുള്ള ഓക്സിജൻ അധികം ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ ലെ ഷാറ്റ്ലിയർ തത്വപ്രകാരം എന്ത് സംഭവിക്കണം? ഈ അധികം ചേർത്ത ഓക്സിജൻ എന്തായിട്ട് മാറണം? അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെടണം. അതായത് ഓക്സിജൻ നീക്കം ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാകണം, SO3 ഉണ്ടാകണം. അതായത് ഫോർവേഡ് റിയാക്ഷൻ വേഗത്തിൽ നടക്കണം. അതായത് നമ്മൾ ഓക്സിജൻ ആണ് കൂടുതലായിട്ട് ചേർത്തതെങ്കിൽ ഓക്സിജന്റെ അളവിടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ വ്യൂഹം എന്ത് ചെയ്യും? ഓക്സിജനും സൾഫർ ഡൈ ഓക്സൈഡും ചേർന്നുകൊണ്ട്, അതായത് അഭികാരങ്ങൾ ചേർന്നുകൊണ്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുന്ന പ്രക്രിയ, റിയാക്ടൻസ് ചേർന്നുകൊണ്ട് പ്രോഡക്ട്സ് ഉണ്ടാവുന്ന പ്രോസസ്സ്, അതായത് ഏത് പ്രോസസ് ആണത്? ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡ് കൂടും, പുരോപ്രവർത്തനത്തിന്റെ വേഗത കൂടും. അതുവഴി എന്ത് ചെയ്യും? ഓക്സിജന്റെ അളവ് കുറയ്ക്കും. ഇനി അടുത്ത് നോക്കൂ, മർദ്ദം കുറയ്ക്കുന്നു. പ്രഷർ ഈസ് ഡിക്രീസ്ഡ്. അപ്പോൾ ലെ ഷാറ്റ്ലിയർ തത്വപ്രകാരം നമ്മൾ മർദ്ദം കുറയ്ക്കുകയാണെങ്കിൽ ആ സിസ്റ്റം അല്ലെങ്കിൽ ആ വ്യൂഹം എന്ത് ചെയ്യും? മർദ്ദം കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. എന്താണ് ലെ ഷാറ്റ്ലിയർ തത്വം? സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൽ ഗാഢത, മർദ്ദം, താപനില, അതായത് കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്തിയാൽ വ്യൂഹം ഈ മാറ്റം മൂലം ഉണ്ടാകുന്ന ഫലം ഇല്ലായ്മ ചെയ്യത്തക്ക വിധം സ്വയം ഒരു പുനഃക്രമീകരണം, അതായത് റീഅറേഞ്ച്മെന്റ് നടത്തി പുതിയൊരു ഇക്വിലിബ്രിയത്തിലെത്തും, സന്തുലനാവസ്ഥയിലെത്തും. ഇതാണ് ലെ ഷാറ്റ്ലിയർ തത്വം. അപ്പോൾ മർദ്ദം കുറച്ചു കഴിഞ്ഞാൽ ആ വ്യൂഹം അല്ലെങ്കിൽ ആ സിസ്റ്റം എന്ത് ചെയ്യും? മർദ്ദം കൂട്ടാൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ മർദ്ദം കുറയ്ക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഫലം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതായത് മർദ്ദം കൂട്ടാനുള്ള പ്രോസസ്സ് നടക്കും. അപ്പോൾ മർദ്ദം കൂട്ടുക എങ്ങനെയാ നോക്കുക? ഇവിടെ നോക്കുക, അഭികാരങ്ങളായിട്ടുള്ള സൾഫർ ഡയോക്സൈഡും ഓക്സിജനുമാണ്. സൾഫർ ഡയോക്സൈഡിന്റെ 2 മോളിക്യൂൾ ഉണ്ട്, 2 തന്മാത്രകൾ. ഓക്സിജന്റെ ആണെങ്കിൽ 1 മോളിക്യൂൾ, 1 തന്മാത്രയാണ് ഉള്ളത്. അങ്ങനെ മൊത്തം 3 അഭികാരക തന്മാത്രകളാണ് ഉള്ളത്, 3 അഭികാരക തന്മാത്രകൾ. ഇനി ഉൽപ്പന്നങ്ങളിലോ 2 ഉൽപ്പന്ന തന്മാത്രകളാണുള്ളത്. അതായത് റിയാക്ടൻസിൽ 3 മോളിക്യൂളും പ്രോഡക്ട്സിൽ 2 മോളിക്യൂളുമാണുള്ളത്. അപ്പം മർദ്ദം കുറച്ചാൽ എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക് ആയിട്ട് മർദ്ദം കൂട്ടണം. അപ്പം മർദ്ദം കൂട്ടുന്ന പ്രോസസ്സ് ഏതാണ്? മർദ്ദം കൂടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? മോളിക്യൂൾസിന്റെ എണ്ണം കൂടണം. മോളിക്യൂൾസിന്റെ എണ്ണം കൂടുമ്പോഴാണ് മർദ്ദം കൂടുക അല്ലെങ്കിൽ പ്രഷർ കൂടുക, അല്ലെ? തന്മാത്രയുടെ എണ്ണം കൂടിയ മർദ്ദം കൂടും. അപ്പോൾ ഇവിടെ തന്മാത്രയുടെ എണ്ണം കൂടുതൽ എവിടെയാ? റിയാക്ടൻസിലാണ്, അല്ലെ? അഭികാരങ്ങളിലാണ്. അപ്പോൾ ഈ പ്രോഡക്ട്സ് എല്ലാം തന്നെ, അതായത് ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ അഭികാരങ്ങളായി മാറുന്ന പ്രവർത്തനം ത്വരിതപ്പെടും. അത് ഏത് പ്രവർത്തനം? പശ്ചാത്ത പ്രവർത്തനമാണ്.
അത് ഏത് പ്രവർത്തനം? പശ്ചാത് പ്രവർത്തനമാണ് അല്ലേ? അതായത് പ്രോഡക്ട്സ് എല്ലാം കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറും? റിയാക്ടൻസ് ആയിട്ട് മാറും. അതായത് ഉൽപ്പന്നങ്ങൾ അഭികാരങ്ങളായിട്ട് മാറും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് വിളിക്കുക. അപ്പൊ ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡ് കൂടും, അതായത് പശ്ചാത് പ്രവർത്തനത്തിന്റെ വേഗത കൂടും. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ, വളരെ ചുരുക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 2 മാർക്ക് കിട്ടും. അടുത്തൊരു ചോദ്യം. ഒരു ഓർഗാനിക് സംയുക്തത്തിന്റെ ഘടനാവാക്യം നൽകിയിരിക്കുന്നു. ഈ സംയുക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ് കണ്ടെത്തുക. ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ ഗ്രൂപ്പ് റെപ്രസെന്റ് ഇൻ ദിസ് കോമ്പൗണ്ട്. ഇവിടെ അടങ്ങിയിരിക്കുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് ആൽക്കോക്സി ഗ്രൂപ്പാണ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് അടങ്ങിയ സംയുക്തങ്ങൾ പൊതുവെ ഏത് പേരിൽ അറിയപ്പെടുന്നു? വാട്ട് ആർ ദി കോമ്പൗണ്ട് വിത്ത് ദി ഗിവൺ ഫംഗ്ഷൻ ഗ്രൂപ്പ് കോമൺലി കോൾഡ്? ഈതർ എന്നാണ് ഇവയെ വിളിക്കുക. ഇതിന്റെ ഫംഗ്ഷണൽ ഐസോമറിന്റെ ഘടനാവാക്യവും IUPAC നാമവും എഴുതുക. അപ്പൊ ഇതിന്റെ ഫംഗ്ഷണൽ ഐസോമറിന്റെ ഘടനാവാക്യം, അതായത് ഇതിന്റെ ഒരു ഇവിടെ തന്നിട്ടുള്ള ഈതർ ആണ്. ഈ ഈതറിന്റെ, അതായത് മിഥോക്സി ഈഥൈൻ ആണ് തന്നിട്ടുള്ളത്. മിഥോക്സി ഈഥൈൻ. ഈ മിഥോക്സി ഈഥൈനിന്റെ ഒരു ഫംഗ്ഷണൽ ഐസോമറിന്റെ ഘടനാവാക്യമാണ് എഴുതേണ്ടത്. അപ്പൊ എന്താണ് ഇവിടെ ഘടനാവാക്യം? നമുക്കറിയാം, ഇവിടെ 3 കാർബണും 8 ഹൈഡ്രജനും 1 ഓക്സിജനുമാണുള്ളത്. 3 കാർബണും 8 ഹൈഡ്രജനും 1 ഓക്സിജനുമാണുള്ളത്. അപ്പൊ ഇതേ തന്മാത്രാ സൂത്രം വെച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഐസോമറാണ് CH3 CH2 CH2OH. ഇവിടെയും എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട്. 8 ഹൈഡ്രജനും 1 ഓക്സിജനുമാണുള്ളത്. ഇത് ആൽക്കഹോൾ ആണ്. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒന്നാമത്തെ കാർബണിലാണ് ആൽക്കഹോൾ ഗ്രൂപ്പ് ഉള്ളത്. അതുകൊണ്ട് ഇതിനെ പ്രൊപ്പാൻ 1 ഓൾ എന്ന് വിളിക്കാം. അപ്പൊ ഇതിന്റെ ഘടനാവാക്യം എന്താണ്? CH3 CH2 CH2OH. അതിന്റെ IUPAC നാമം എന്താണ്? പ്രൊപ്പാൻ 1 ഓൾ. ഇനി അവസാനത്തെ ചോദ്യം. അനുയോജ്യമായ രാസപ്രവർത്തനത്തിന്റെ പേര് ബോക്സിൽ നിന്നും തെരഞ്ഞെടുത്ത് പട്ടിക പൂർത്തിയാക്കുക. Choose the name of the reaction from the box and complete the table. CH2 double bond CH2 plus H2. ഇവിടെ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ദ്വിബന്ധനമുള്ള ഒരു സംയുക്തമാണ്. അത് ഹൈഡ്രജനുമായി കൂടിച്ചേർന്ന് ഒരു പൂരിത സംയുക്തം, സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിട്ട് മാറുകയാണ്, ആൽക്കൈൻ ആയിട്ട് മാറുകയാണ്. അപ്പൊ ഇതെന്തായിരിക്കും? അഡീഷൻ രാസപ്രവർത്തനമായിരിക്കും. അഡീഷൻ റിയാക്ഷൻ ആണ്. അഡീഷൻ റിയാക്ഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അടുത്തത് CH3 CH3 പ്ലസ് Cl2. അതെന്തായിട്ട് മാറുന്നു? CH3 CH2 Cl പ്ലസ് HCl. അവിടെ CH3 CH3യിലുള്ള ഒരു ഹൈഡ്രജനെ മാറ്റി അവിടെ ആര് വരുന്നു? ഒരു ക്ലോറിൻ വരുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് വിളിക്കും. അടുത്ത് നോക്കൂ, CH3 CH2 CH3 3 കാർബൺ ഉള്ള ഒരു സംയുക്തമാണ്. അതിനെന്താക്കി മാറ്റുന്നു? CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് CH4. അതായത് 2 കാർബണുള്ള ഒരു ആൽക്കീനും 1 കാർബണുള്ള ഒരു ആൽക്കൈനുമായിട്ട് വിഘടിക്കുന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കും? തെർമൽ ക്രാക്കിംഗ് അല്ലെങ്കിൽ താപീയ വിഘടനം എന്ന് വിളിക്കാം. അടുത്ത് നോക്കൂ, CH4 പ്ലസ് 2O2 ഓക്സിജനുമായുള്ള രാസപ്രവർത്തനം. അതെന്തായിരിക്കും? ജ്വലനം അല്ലെ? ജ്വലനം അല്ലെങ്കിൽ കമ്പഷൻ ആയിരിക്കും. CO2 പ്ലസ് 2H2O ആണ് അവിടെ ഉണ്ടാവുക. ഏത് ഹൈഡ്രോ കാർബണും ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് അല്ലെ വായുവിൽ കത്തി എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് 2020 നടന്ന SSLC മോഡൽ പരീക്ഷയുടെ കെമിസ്ട്രി വിഭാഗം ചോദ്യങ്ങളാണ്. പരീക്ഷ എഴുതുന്നതിന് മുമ്പായി ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കണം. വായിച്ച് അതിന് ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ വർഷത്തെ പരീക്ഷ എഴുതാൻ സാധിക്കും. ഉയർന്ന മാർക്കോട് കൂടിയിട്ട് കെമിസ്ട്രി പരീക്ഷ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.